ചടുലമായ കൈത്താളം കൊണ്ട് കലോത്സവ വേദി ഇളക്കിമറിച്ചാണ് അരബനമുട്ട പ്രേക്ഷകരുടെ മനം കവർന്നത്. കലോത്സവ വേദിയിൽ നിന്നും സ്വാതി സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചടുലമായ അറബ് ബെയ്ത്ത് താളം, കൈ ചലനങ്ങൾക്കൊപ്പം അറബനയിൽ കൊട്ടിപ്പാടുന്ന കൂട്ടത്തിലെ നേതാവിന് അകമ്പടിയായി കൂട്ടാളികൾ ചേർന്നു പാടുന്നു. കൊട്ടിനും പാട്ടിനുമൊപ്പം താളം പിടിക്കാൻ കാണികൾ കൂടിയായപ്പോൾ ഐറ്റം നല്ല കളറായി. പാലക്കാടും കോഴിക്കോടും തൃശൂരുമൊക്കെ വേദിയെ ആവേശം കൊള്ളിച്ചാണ് അറബനയിൽ താളമിട്ടത്. 7 വർഷക്കാലമായി അറബനയെ സംസ്ഥാന കലോത്സവത്തിന്റെ വേദിയിൽ മുഖ്യ ഇനമായി അവതരിപ്പിക്കുന്ന പാലക്കാട് ജില്ലയിലെ വിദ്യാർത്ഥികൾ ഇത്തവണയും കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയതിന്റെ സന്തോഷവും പങ്കിട്ടു. ജില്ലയിൽ നല്ല മത്സരമുണ്ട്. പാലക്കാട് ജില്ലയിൽ പറഞ്ഞാൽ അത്യാവശ്യം നല്ല മത്സരമുള്ളതാണ്. അപ്പോൾ അത് കടന്ന് സ്റ്റേറ്റ് ലെവലിലേക്ക് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ വളരെ ചെറിയൊരു പോയിന്റ് വ്യത്യാസത്തിലാണ് കോഴിക്കോട് കപ്പടിച്ചത്. ഇത്തവണ പാലക്കാട് തിരിച്ചു പിടിക്കണം എന്നുള്ള വലിയ വാശിയോടുകൂടി തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു കാലത്ത് മലബാർ മേഖലയിൽ മാത്രം സജീവമായിരുന്ന അറബന എന്ന കലയെ ജനകീയമാക്കിയത് കലോത്സവ വേദികളാണ്. അറബനമുട്ട് ആദ്യം റാത്തീബ് വേദികളിൽ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നെ സ്കൂൾ കലോത്സവങ്ങളിൽ വന്നപ്പോൾ ഒന്നുകൂടി ജനകീയമായി, എല്ലാ ആളുകളും അത് നന്നായി ഏറ്റെടുത്തു. ദഫ്മുട്ടായാലും അറബനമുട്ടായാലും ദഫ്മുട്ടിനോട് ഒപ്പം തന്നെ അറബനമുട്ട് ഇപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വിവാഹവേദികളിൽ നിറഞ്ഞാടിയ അറബനയെ കലോത്സവ വേദിയിലും നിറഞ്ഞ സദസ്സാണ് വരവേറ്റത്. മാസങ്ങളോളം നീണ്ട പരിശീലനങ്ങൾക്കൊടുവിൽ മത്സരവേദിയിലെത്തുമ്പോൾ ഓരോ ടീമും വലിയ പ്രതീക്ഷയിലാണ്. എന്തായാലും കലോത്സവ വേദിയിലെ 6ാം വേദിയിൽ ഇപ്പോൾ അറബനമുട്ടാണ് നടക്കുന്നത്. അറബനമുട്ടിനായി വലിയ ഉശിരൻ പോരാട്ടം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പാലക്കാട് ഇത്തവണ കപ്പടിക്കുമെന്നാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ അറബനയുടെ ടീം അംഗങ്ങൾ പറയുന്നത്. എന്തായാലും അവരുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. നല്ല ഉശിരൻ പോരാട്ടങ്ങൾക്കായി എല്ലാവരും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ ദീപക് ജേക്കബിനൊപ്പം സ്വാതി സന്തോഷ്, കൈരളി ന്യൂസ്.